ഈ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഇടപെടണം. ഇതിൻ്റെ നാഥന്മാർ അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പുറത്ത് 2 തട്ട് കൊടുക്കണം. ഞങ്ങളില്ലടോ കൂടെ, മതി, എണീറ്റിങ് നടക്കും തളർന്നോയെ. ഞാനതിന് ഇത് പറയാൻ കാരണം എന്താ അറിയോ? ഞാൻ തമാശ പറഞ്ഞതല്ല, ഞാൻ ശരിക്കും ഒരു 5-8 ആക്സിഡൻ്റ് ആയിരുന്നു. 9 ആക്സിഡൻ്റ് ആയതാ. ഞാൻ ഭീകര ആക്സിഡൻറ്റ്. ഓരോന്നിലും എല്ലാവരും പറഞ്ഞ് മരിച്ചെന്ന്. ഞാൻ നോക്കുമ്പോൾ ഞാൻ മരിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാം, ഏത് ആളെ എപ്പോൾ ആരെ സഹായിക്കുന്നു ഒന്നും പറയില്ല. അതുകൊണ്ട് എനിക്കില്ല എല്ലാ ആളുകളോടും. പണ്ട് എൻ്റെ ശരിക്കും ഞാൻ എല്ലാവരോടും ചിരിക്കുന്നത് കൊണ്ടും എല്ലാവരോടും അടികൂടുന്നത് കൊണ്ടായിരിക്കണം ഞാനിങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ടും ഞാൻ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നത്. ഞാൻ ജീവിതത്തിലേക്ക് വരാൻ കാരണം എന്താ അറിയോ? എൻ്റെ കൂട്ടുകാരാണ്, എൻ്റെ കുടുംബക്കാരാണ്, എൻ്റെ തറവാടാണ്. ആ തറവാടിനെ മറന്നൊന്നും നമുക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ശരിക്കും ഇവിടുന്ന് ഞാൻ ആക്സിഡൻ്റ് ആയി. മൂച്ചിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ തുടക്കത്തിൽ ആക്സിഡൻറ്റ്. 9 ആക്സിഡൻറ്റിൽ തുടക്കങ്ങളെ മൂച്ചിക്കലാണ്. മൂച്ചിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല ഇവിടെ. ഞാൻ മഞ്ചേരിക്കൊരു പ്രതിനിധിയും കൊണ്ടിങ്ങനെ പോകുമ്പോൾ ആ മൂച്ചിക്കൽ വളവെന്ന് ഞാൻ അന്നേരം ആ സീറ്റ് മേലെ ഇരുന്നിട്ടേ ഉള്ളൂ. എൻ്റെ മുന്നിൽ ഏറ്റവും ഭീകരനായിട്ട് 10-45 കേസിലൊരു പ്രതി ഉണ്ടായിരുന്നു. ആ പ്രതിനെ ഞാൻ കോഴിക്കോട് നിന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ മൂച്ചിക്കലെത്തിയപ്പോൾ ഈ ബസ്സിൻ്റെ സൈഡിലേക്ക് ഒരു മീൻ ലോറി വന്ന് ഇടിച്ച് എൻ്റെ കൈ ആ മീൻ ലോറിൻ്റെ ഉള്ളിൽ അങ്ങ് വിട്ട് അറ്റ് താഴെ വീണുപോയി. ഒരു നൂലുമേൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ബസ്സിൽ എന്നെ കാണുന്ന പോലെ എല്ലാം ബോധം കെട്ടു പോവുക. ടപ്പാ ടപ്പാ ടപ്പാ. എൻ്റെ കൂടി വന്ന 2 പോലീസുകാരും ബോധം കെട്ടുപോയി. അവസാനം ആരോ പിടിച്ച് എൻ്റെ കൈ പിടിച്ച് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ബോധവും കെട്ടുപോയി. ഞാൻ നോക്കുമ്പോൾ മൂച്ചിക്കൽ ആ വളവിലുള്ളൊരു അൽമാസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ ഉണ്ടാടാ, അല്ലേ? മുംബൈൻ്റെ പേര് അൽമാസ് എന്ന്. അവിടെ എന്നെ കൊണ്ടുപോയത്. ഞാനിങ്ങനെ പെട്ടെന്ന് ബോധം തെളിഞ്ഞപ്പോൾ പോലീസുകാരൻ എന്ന രീതിയിൽ എനിക്ക് ഓർമ്മ വന്നു, പടച്ചോൻ എൻ്റെ കൂടെ ഒരു കള്ളൻ ഉണ്ടായിരുന്നല്ലോ, ഭീകരനായ കള്ളൻ. ഓനെന്തായാലും ഓടിപ്പോയിട്ടുണ്ടാവും. എൻ്റെ പണി എന്തായാലും പോയി, കയ്യും പോയി, പണിയും പോയി. എന്തായാലും പോലീസിൽ അങ്ങനെ ഞങ്ങൾ കൈ പോയാലൊന്നും എന്താ അറിയില്ല, കള്ളം പോയാൽ പോയെന്നെയാണ്. അങ്ങനെ ഞാൻ ആ ആസ്പത്രിൻ്റെ ഫാനിനെ നോക്കിയിട്ട്, വേറെ ആരും ഇല്ലല്ലോ, ഞാൻ പറഞ്ഞേ, ഭഗവാനെ, എൻ്റെ കള്ളൻ എന്തായാലും പോയിട്ടുണ്ടാവും. എൻ്റെ പണിയും പോയി, എൻ്റെ കളിയും, എൻ്റെ കീശയിലുള്ള 3200 റുപ്യയും പോയി, ഒരു ഫോണും പോയി, എൻ്റെ പാസ്പോർട്ടും പോയി എന്നിങ്ങനെ വെറുതെ ഗദ്ഗതം പറഞ്ഞപ്പോൾ മേലെ നിന്നൊരു അശരീരി, കള്ളൻ എവിടെയും പോയിട്ടില്ല, കള്ളൻ്റെ മടിയിലാണ് നിങ്ങൾ കുത്തിരിക്കുന്നതെന്ന്. കള്ളൻ രണ്ടാമത് പറഞ്ഞതാണ്, 3200 റുപ്യ ഇല്ല, 320 റുപ്യ ഉള്ളൂ കീശയിൽ. ഫോൺ എൻ്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന്. ഈ ലോകത്തെ സുരക്ഷിതമാക്കേണ്ടുന്ന പോലീസുകാരൻ കള്ളൻ്റെ മടിയിൽ സുരക്ഷിതനാണ് പോലും. എൻ്റെ ജീവിതത്തിൽ കള്ളനാണോ പോലീസാണോ വലുത്, നിയമമാണോ എന്ന് വലുതെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന ആരാ? കള്ളൻ. അതുകൊണ്ട് ആരെയും നിങ്ങൾ താണിട്ടോ പൊന്തിയിട്ടൊന്നും കാണണ്ട. കുടുംബം തന്നെയാണ്. ആരാണ് എപ്പോഴാണ് സഹായിക്കാൻ വരിക എന്ന് പടച്ചോന് പോലും പറയാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? പടച്ചോൻ ഓരോ മനുഷ്യൻ തന്നെയാണ്. ഉപ്പയും ഉമ്മയും മക്കളും തന്നെയാണ് കുടുംബത്തിലെ ഏറ്റവും വലിയ പടച്ചോൻ. അതുകൊണ്ട് ഉമ്മക്ക് എന്ത് ചെയ്യണം? ആ പ്രതിയോട് ഞാൻ ചിരിച്ചത് കൊണ്ടായിരിക്കണം. ഞാൻ അവനോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവന് ഗതികെട്ട് പോയി പ്രതിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കോഴിക്കോടിനെ അവനോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ 1-2 ചിരിച്ചു. ഇങ്ങനെ ചിരിച്ചു മാത്രമേ അവനോട് സംസാരിക്കും. അല്ലാണ്ട് ഓനെ ഞാൻ സോപ്പിട്ടിട്ടില്ല, അവന് മുട്ടായി വാങ്ങി കൊടുത്തിട്ടില്ല, അവന് സിഗരറ്റ് വാങ്ങി കൊടുത്തിട്ടില്ല. എന്നിട്ടും ഓന് ഈ പ്രവൃത്തി ചെയ്യാനുണ്ടെങ്കിൽ ഓൻ്റെ പോലത്തെ നന്മ വേറെ ആയിരിക്കാനുള്ളത്? എന്നാ വീട്ടിൽ തറവാടാണ് എൻ്റെ ശക്തി എന്ന് പറയാൻ കാരണം. ഇവരൊക്കെ എന്നെ കാണാൻ വന്ന് സാരമില്ല, ഇനി ജീവിക്കും എന്ന് ഓരോ കുടുംബക്കാരനും വന്ന് പറഞ്ഞപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു കുളിർമ വരാനുണ്ട്. അവിടെയാണ് വിഷയം. ഇങ്ങനെ കുടുംബങ്ങൾ വരുമ്പോൾ ഇല്ലേ, നമ്മളെ സുന്ദര കുട്ടപ്പനായിട്ട് അണിഞ്ഞൊരുപ്പിക്കാൻ നമ്മളെ ഭാര്യയും അമ്മയെല്ലാം തയ്യാറാവും. ഇല്ലെങ്കിൽ ഐറ്റുകൾ നമ്മളെ നോക്കൂലേ. വീട്ടിൽ നമ്മൾ ആദ്യം നമ്മൾ ശരിക്കും നമ്മൾ ആക്സിഡൻ്റ് ആയിട്ട് ആയിക്കണ്ട, കിടന്നുപോയാൽ ചിരിച്ച് മരിച്ചു. നിങ്ങൾ 1-2 ആഴ്ച സുഖമാണ്. വെള്ളം വേണോ ചോറ് വേണോ എന്നെല്ലാം ചോദിച്ചിട്ട് 150 ആളുണ്ടാവും. വെള്ളം എന്നൊക്കെ പറയുമ്പോൾ അമ്മ കൊണ്ടായിരുന്നു, ഉമ്മ കൊണ്ടായിരുന്നു, മക്കൾ കൊണ്ടായിരുന്നു, അങ്ങോട്ടുള്ള ചങ്ങായി കൊണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞാലേ അമ്മയുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. വെള്ളം കൊണ്ടുവരാന്നല്ല ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ഒരു നിലവിളി ഉണ്ടാവും. അങ്ങനെ ഒരു മാസമെല്ലാം കഴിഞ്ഞ് പിന്നെയും കടന്നു പോയാലില്ലേ, ഞാനെല്ലാം എന്ത് ചെയ്യുന്നവരെ പുലർച്ചെ 5 മണിക്കേ വെള്ളം എന്ന് പറയും. എന്നാൽ ഉച്ചക്ക് 12 മണി നമുക്ക് കിട്ടും. അങ്ങനെ വരും. പക്ഷെ ആളുകൾ ഇങ്ങനെ വരുമ്പോൾ ഇല്ലേ, ഇവർക്ക് നമ്മുടെ അടുത്ത് വരാണ്ടിരിക്കാൻ പറ്റില്ല. അവിടെയാ തറവാടിൻ്റെ പ്രസക്തി. ചുള്ളിയിൽ കുടുംബത്തിൽ ആരെങ്കിലും കടന്നു പോയാൽ സകല മനുഷ്യന്മാരും ഇങ്ങനെ വരുമ്പോൾ ഭാര്യയ്ക്ക് നമ്മളെടുത്ത് വരാണ്ടിരിക്കാനാവില്ല. അപ്പോൾ വരുമാനം ചോദിക്കും, എന്തൊക്കെ മണാ അങ്ങനെ ചോദിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും തണ്ടോടത്തോടു കൂടി ഇവിടെ ജീവിക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം,
ഈ നന്മകളൊക്കെ കുടുംബത്തിൽ നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഈ ഇരുന്ന ഐശ്വര്യത്തോടു കൂടി തന്നെ നിങ്ങളെ മക്കളെ ഇരുത്താൻ നിങ്ങൾക്ക് കഴിയണം. മക്കൾ വേറൊരു സാധനമൊന്നുമല്ല. ചുള്ളിയിൽ കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനിക്കുമെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രത്തിന്റെ പിതാവ് പറഞ്ഞത്, 5-ാമത്തെ വയസ്സിൽ നിങ്ങളുടെ മക്കളുടെ തലച്ചോറോട് നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് നിങ്ങളെ മക്കളുടെ സ്വഭാവം, ശീലം. അതുകൊണ്ട് ഈ മക്കളോടൊക്കെ ഇല്ലേ 3 വയസ്സ് മുതൽ മക്കളോട് ചുള്ളിയൻ കുടുംബത്തിന്റെ മാഹാത്മ്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ആ മക്കളെ കൈപിടിച്ച് ഈ കുടുംബ സംഗമത്തിലും കുടുംബത്തിന്റെ വീട്ടിലൊക്കെ നിങ്ങൾ പോകണം. പള്ളിയിൽ മക്കളെ കൈപിടിച്ച് പോകണം, കടയിൽ മക്കളുടെ കൈപിടിച്ച് പോകണം. എവിടെ പോകുമ്പോൾ ഈ മക്കൾ വേണം നിങ്ങളോട്. ആ 3 വയസ്സ് മുതൽ മക്കളുടെ കൈപിടിച്ച് ശീലിച്ച ഒരമ്മയും ഉമ്മയും പ്രായമാവുമ്പോൾ ഖേദിക്കേണ്ടി വന്നിട്ടില്ല. അതല്ല, എൻ്റെ മോൻ പഠിച്ച് ഡോക്ടറാകണം എന്ന് വെച്ചിട്ട് മക്കളെ മാറ്റി നിർത്തി ബെഡ്റൂമിലിരുത്തി പഠിപ്പിക്കാനാണ് നിങ്ങളെ ഭാവമെങ്കിൽ 70 വയസ്സാകുമ്പോൾ 80 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് ഗതിയില്ലാതെ തണലെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു അശരണ മന്ദിരത്തിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും. അവിടെ പോകണോ നിങ്ങൾ? ചുള്ളിയിലൊരു കുടുംബം ഒരു അശരണ അല്ലെങ്കിൽ അനാഥാലയത്തിൽ പോയി ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റുമോ? അങ്ങനെ താങ്ങാൻ പറ്റാതിരിക്കണമെങ്കിൽ ഈ 3 വയസ്സുകാരനെ കുടുംബത്തിന്റെ മാഹാത്മ്യം, ബാപ്പയുടെ പ്രാധാന്യം, ഉമ്മയുടെ പ്രാധാന്യം ഒക്കെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. നമ്മളെ കുടുംബത്തിന് ഏടിയും കാണാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായില്ല? ഏതൊരു അനാഥാലയത്തിലും ചുള്ളിയിൽ കുടുംബം ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊന്നും നന്നായിട്ട് കാര്യമില്ല. ആര് നന്നാണം? നമ്മൾ എവിടെ പോകണമെന്ന് ആരാ തീരുമാനിക്കേണ്ടത്? ഇപ്പം എല്ലാം നമുക്ക് തണ്ടും തടിയും ഒക്കെ ഉണ്ട്. നമ്മളൊരു തളർന്നു പോകുമ്പോൾ നമുക്ക് താങ്ങാൻ വേണ്ടുന്ന മക്കളെ പഠിപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ മക്കളെ ചേർത്ത് പിടിക്കണം എന്നാണ് പറയുക. എനിക്ക് 2 മക്കളുണ്ട്. ചേർത്ത് നിൽക്കും, ഒരു സംശയം വേണ്ട. മക്കൾ നിങ്ങളോട് തന്നെ ചേർത്ത് നിൽക്കും. നിങ്ങളെ മക്കൾ നിങ്ങൾ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടാ? ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പോൾ വരുന്നുണ്ടാ? ചായ കുടിക്കൂ എന്ന് പറയുമ്പോൾ കുടിക്കുന്നുണ്ടാ? ബുക്കെടുത്ത് പഠിക്കൂ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ പഠിക്കുന്നുണ്ടാ? എൻ്റെ 2 എണ്ണം പറഞ്ഞാലേ കേൾക്കൂലേനു. അയച്ചാൽ എന്നെല്ലാം കാണുമ്പോൾ അയച്ചേക്ക് ഒരു പുച്ചാണ്. അമ്മ ഇങ്ങനെ ഒരു ചൊറിഞ്ഞ വർത്താനം. നിങ്ങളെ വീട്ടിൽ അങ്ങനെ ഇല്ലല്ലോ. എന്നാൽ ദൈവങ്ങളാട്ടോ നിങ്ങൾ. പക്ഷെ ഇപ്പം എൻ്റെ 2-ാം ക്ലാസ്സിലെ മോനില്ലേ, ഞാൻ അവനെ എൻ്റെ അടുത്ത് തന്നെ ചേർത്ത് നിർത്തുന്നുണ്ട്. ഞാൻ രാവിലെ ഈ കുട്ടികളെ നിങ്ങൾ ഒരു കാരണവശാലും കുറ്റം പറയരുത്. കുട്ടികൾക്ക് 2-3 പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്ന് പറയുന്നത്? കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിയാണ്. ശരിയാണോ തെറ്റാണോ? 18 വയസ്സ് വരെ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിയാണ്. പക്ഷെ വേണ്ടാത്തതേ ഐറ്റുകൾ പഠിക്കൂ. വേണ്ട ഒരു സംഗതി ഐറ്റുകൾ പഠിക്കൂല. ശരിയാണോ തെറ്റാണോ? 18 വയസ്സ് വരെ കുട്ടി പഠിക്കേണ്ടത് എന്താ? പാഠപുസ്തകം പഠിക്കണം, നമ്മളെ നന്മകൾ പഠിക്കണം, നമ്മളെ മതത്തെ പഠിക്കണം. ഓർക്ക് അതൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. വേണ്ടാത്ത സംഗതി, അത് മൊബൈൽ ഫോണിൽ അല്ലാണ്ട് മാന്തും അല്ലേ, വേണമെങ്കിൽ സിഗരറ്റ് പോലും അപ്പുറത്ത് പോയിട്ട് വലിക്കും. ഇങ്ങനെ വേണ്ടാത്ത സംഗതികൾ ചെയ്യാനാണ് ഓർക്ക് താല്പര്യം. അതുപോലെ കുഴപ്പമില്ല, 18 വയസ്സ് വരെയുള്ള കുട്ടിയുടെ കുഴപ്പമാണ്. അത് മനസ്സിലാക്കാൻ ആർക്ക് പറ്റണം? രക്ഷാകർത്താക്കൾക്ക് പറ്റണം. 2-ാമത്തെ പ്രത്യേകത, കുട്ടി കൊടുക്കത്ത ധൈര്യമാണ്. അയച്ചുകൾ എന്തും ചെയ്യും, വേണ്ടാത്തതേ ചെയ്യൂ. ഇപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഈ ക്ലാസ് കഴിഞ്ഞോടെ നമ്മൾ ഓലോട് പറയാണ്, ആ ഫേനും മേലെ ആരും പിടിച്ച് തൂങ്ങരുതെന്ന് പറഞ്ഞോ. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ ഒരു 5-10 എണ്ണം അയിമ തൂങ്ങിയിട്ട് ഇങ്ങനെ ആടിയിട്ട് എന്താ തൂങ്ങിയാൽ എന്ന് ചോദിക്കുകയും. അതേസമയം നിങ്ങളിവിടെ 10 ബുക്ക് കൊണ്ടാച്ചിട്ട് ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ആ ബുക്കെല്ലാം മറച്ചിട്ട് നോക്കണം എന്ന് പറഞ്ഞോക്ക്. അയച്ചുകൾ ആ ജനവാതിൽ തുറന്ന് പോയി ചുമര് തുറന്നിട്ട് അയറ്റ് ആ ഭാഗത്ത് ഓടിക്കളി. അയച്ചുകൾ ഈ ഭാഗത്തോല് വരൂല. ശരിയാണോ? 4-ാമത്തെ പ്രത്യേകത എന്താ അറിയോ? എല്ലാ രക്ഷാകർത്താക്കളും ഓർമ്മിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, മക്കൾക്ക് ഉപദേശ ലെവലേഴ്സ് ഇഷ്ടമല്ല. നിങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റില്ല, ഇപ്പം മിണ്ടാണ്ടിക്ക്, ഞാക്കറിയാം, ഞാളെ ന്യൂജൻ ബ്രോസ് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളങ്ങ് തകർത്തിക്കളി. ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ? എൻ്റെ അച്ഛനും ഉണ്ടേനും കേട്ടോ. ഈ നമ്മളൊരു പ്രശ്നം എന്നറിയോ, എൻ്റെ അച്ഛൻ എന്നോട് തിന്നാനൊക്കെ തരും നല്ലണോ, എന്നിട്ട് ഉപദേശം ഇങ്ങനെ തുടങ്ങും. നമ്മൾ തിന്നുമ്പോൾ അല്ല ഉപദേശം പറയാം. എന്തെന്നാ എൻ്റെ അച്ഛൻ്റെ ഉപദേശം എന്നറിയോ? എൻ്റെ എല്ലാം കാലത്ത് 4-5 കിലോമീറ്റർ നടന്നിട്ട് ഒരു ട്രൗസർ ഇട്ടിട്ട്, ഇത് കേൾക്കുമില്ലേ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാ? ഞാൻ എൻ്റെ അച്ഛനോട് 10-ാം ക്ലാസ്സിലെത്തിയപ്പോൾ പറയാം, അച്ഛൻ നിങ്ങളെന്ത് വർത്താനാണ് പറയുന്നത്? നിങ്ങൾ 4 കിലോമീറ്റർ നടന്നിട്ടുണ്ടേ അന്ന് നിങ്ങൾക്ക് ബസ്സില്ല, നിങ്ങൾ നടന്നിട്ടേ സ്കൂളിൽ പോകാൻ പറ്റും. എനിക്ക് എൻ്റെ മുന്നിൽ മേനക ബസ് വീട്ടിൻ്റെ മുമ്പിൽ നിന്നാൽ 10 പൈസ കൊടുത്താൽ അതിൽ പോവാം. അപ്പോൾ അച്ഛൻ 4 കിലോമീറ്റർ നടന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ തത്തക്കം എന്ന് പറഞ്ഞിട്ട് ബസ്സിൻ്റെ പുറകെ നടക്കണോ? അപ്പം അച്ഛൻ പറയും, ഈറ്റയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നന്ദിയില്ലാത്ത വർഗം. അച്ഛനോട് പറയും, ട്രൗസറിൻ്റെ കണക്ക് എന്നോട് പറയണ്ട. അച്ഛൻ ഒരു ട്രൗസറേ വാങ്ങിച്ചു തന്നിട്ടുള്ളൂ. എനിക്ക് അച്ഛൻ 10 ട്രൗസർ വാങ്ങിച്ചു തന്നെ. എനിക്ക് അച്ഛൻ്റെ ഒരു ട്രൗസറിൻ്റെ കഥ എന്നോട് പറയണോ?
ഒന്നുകിൽ അച്ഛൻ 9 ട്രൗസർ കത്തിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാം. അപ്പോൾ പറഞ്ഞു അച്ഛൻ പറഞ്ഞ് ഇന്നത്തെ തലമുറ മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ നോക്കുമ്പോൾ ഇല്ലേ, എൻ്റെ 2ാം ക്ലാസ്സുകാരനോട് എനിക്ക് ഇപ്പോഴേ പറയേണ്ട വന്ന്. എൻ്റെ അച്ഛൻ എന്നോട് 7ാം ക്ലാസ് എന്ന ഉപദേശം പറഞ്ഞെങ്കിൽ എൻ്റെ അന്തം വിട്ട രണ്ടോട് ഞാൻ ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് കുറവായിപ്പോയി. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായെന്താ അറിയോ, ഒരു തലമുറേൻ്റെ പ്രശ്നമല്ലത്. എൻ്റെ അച്ഛൻ 74ാമത്തെ വയസ്സിലാണ് ഫോണ് കാണുന്നത്. ഞാൻ എൻ്റെ 24ാമത്തെ വയസ്സിലാണ് ഫോണ് കാണുന്നത്. നിങ്ങളെ മക്കളോ ജനിക്കുമേ സെൽഫി എടുത്തിട്ടാണ് വന്ന ഐറ്റികൾ. ഇത് ഐറ്റികളെ കുഴപ്പമാണോ? എൻ്റെ കുഴപ്പമാണോ? എൻ്റെ അച്ഛൻ്റെ കുഴപ്പമാണോ? ഇതൊന്നും കുഴപ്പമില്ല. എല്ലാ തലമുറയും നല്ലതായിരുന്നു. എൻ്റെ അച്ഛൻ നല്ലതായിരുന്നു, ഞാൻ നല്ലതായിരുന്നു, എൻ്റെ മോൻ നല്ലതായിരുന്നു. പക്ഷെ അവന് നല്ല രീതിയിൽ പോറ്റാൻ നിങ്ങൾക്കും എനക്കും കഴിയുമ്പോഴാണ് നല്ലൊരു കുടുംബമാവുന്നതും നല്ലൊരു മനുഷ്യനാവുന്നതും.